26 റഫേൽ വിമാനങ്ങളും കൂടെ ഇന്ത്യ വാങ്ങാനൊരുങ്ങുന്നുവെന്ന സുപ്രധാനമായിട്ടുള്ള പ്രതിരോധ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 64,000 കോടി രൂപയാണ് ഇന്ത്യ ഇതിന് ചെലവഴിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ മാസം തന്നെ ഇതിന്റെ കരാർ ഒപ്പിട്ടേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നാവികസേനയ്ക്കായി ഫ്രാൻസിൽ നിന്നും 64,000 കോടിയുടെ റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് കേന്ദ്ര മന്ത്രിസഭാ സമിതിയുടെ അനുമതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. നാവികസേനയുടെ INS വിക്രമാദിത്യ, INS വിക്രാന്ത് എന്നിവയിൽ പ്രവർത്തിപ്പിക്കാനാവുന്ന 26 മറൈൻ ഫൈറ്റ് ജെറ്റുകൾ വാങ്ങാനാണ് തീരുമാനം. ഇന്ത്യ ഫ്രാൻസ് സർക്കാരുകൾ തമ്മിലായിരിക്കും ഇടപാടെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും എന്തിനാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ യുദ്ധവിമാനങ്ങൾ നമ്മുടെ രാജ്യം വാങ്ങുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് വലിയൊരു ചോദ്യം തന്നെയാണ്. ബംഗ്ലാദേശ്, ചൈന, നമ്മുടെ ചിക്കൻ നെക്ക്, ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അതിന്റെ മാധ്യമങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ വാർത്ത എന്ന് പറയുന്നത് ഈ ചിക്കൻ നെക്കിൽ ഇന്ത്യ S-400 എന്ന് പറയുന്ന ഇന്ത്യയുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം അവിടെ വിന്യസിച്ചിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ നെക്കിലാണ് അത് വിന്യസിച്ചിരിക്കുന്നത്. ഉടനെ തന്നെ അങ്ങോട്ട് സൈനിക നീക്കം ഉണ്ടാകും. അപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടത്. ഇന്ത്യ ഇപ്പോൾ 26 റഫേൽ വിമാനങ്ങൾ കൂടി മേടിക്കുന്നു എന്നുള്ളത്. ചൈനയുടെ വ്യോമാക്രമണം ഇന്ത്യ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ തടയാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇന്ത്യ ഇപ്പോൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാനായി സാധിക്കുന്നത്. എന്തായാലും അതിനോടൊപ്പമാണ് നമ്മൾ ഈ വാർത്ത ചേർത്ത് വായിക്കേണ്ടത്. അതായത് ഇന്ത്യ വീണ്ടും 26 റഫേൽ വിമാനങ്ങൾ കൂടെ മേടിക്കാൻ പോകുന്നു എന്നുള്ളത്. ഇടപാട് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ ഈ വർഷം മാർച്ച് പകുതിയോടെ പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച കരാർ ഈ മാസം ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി സെബാസ്റ്റ്യൻ ലൊക്കോർണോ ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിൽ അടിയന്തരമായി ഒപ്പിട്ടേക്കും എന്ന റിപ്പോർട്ടുണ്ട്. കരാർ ഒപ്പിട്ട ശേഷം ഉടനെ തന്നെ വിമാനങ്ങൾ നിർമ്മിച്ച് നൽകാനുള്ള പരിപാടിയിലേക്ക് രാജ്യങ്ങൾ കടക്കും. നാവികസേനയുടെ INS വിക്രമാദിത്യ, INS വിക്രാന്ത് എന്നീ വിമാനവാഹിനി കപ്പലുകളാണ് ഇവയെ ഉപയോഗിക്കുക. 22 സിംഗിൾ സീറ്റ് റഫാൽ യുദ്ധവിമാനങ്ങളും 4 ഇരട്ട സീറ്റ് റഫാൽ ബി ട്രെയിനർ വിമാനങ്ങൾ കരാർ പ്രകാരം ഇന്ത്യക്ക് ഫ്രാൻസ് നൽകുക. പൈലറ്റുമാർക്ക് പരിശീലനം, പോരാത്തതിന് അനുബന്ധ ഉപകരണങ്ങൾ, അറ്റകുറ്റപ്പണിയുടെ സഹായം, റഫാൽ വിമാനങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവ ഉൾപ്പെടെ നമുക്ക് ഫ്രാൻസ് പ്രൊവൈഡ് ചെയ്യും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.